ത്രസ്റ്റേഴ്സ് ഇതൊരു ആക്റ്റീവ് ആറ്റിറ്റ്യൂഡ് കൺട്രോൾ മെത്തേഡാണ്. ത്രസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ റോക്കറ്റ് എഞ്ചിനാണ്. സ്മോൾ റോക്കറ്റ് എഞ്ചിനെ സാറ്റലൈറ്റിൻ്റെ റൗണ്ടായിട്ട് ഫയർ ചെയ്തുകൊണ്ടിരിക്കും. 2 or 3 weeks പീരീഡ് ഇടവേളകളിൽ ഈ സ്മോൾ റോക്കറ്റ് എഞ്ചിനെ അല്ലെങ്കിൽ ഈ ത്രസ്റ്റേഴ്സിനെ ഫയർ ചെയ്യും. ഹൈ സ്പീഡിൽ ഫയർ ചെയ്യുമ്പോൾ ഈ സ്മോൾ ബേസ്റ്റ് ഓഫ് ഗ്യാസ് അവിടെ ഒരു ടോർഗ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ടോർഗ് സാറ്റലൈറ്റ് അതിൻ്റെ ഓറിയൻറ്റേഷനിൽ നിന്നും ചെറിയ രീതിയിൽ വാരി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ടോർഗ് മൂലം ആ ഓറിയൻറ്റേഷനെ ചേഞ്ച് ചെയ്ത് കറക്റ്റായ ഓറിയൻറ്റേഷനിൽ സാറ്റലൈറ്റിനെ പ്ലേസ് ചെയ്യാൻ സഹായിക്കും. അങ്ങനെയാണ് ഈ ത്രസ്റ്റേഴ്സ് ആക്റ്റീവ് ആറ്റിറ്റ്യൂഡ് കൺട്രോൾ മെത്തേഡിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ലാർജ് കറക്ഷൻസിനാണ് നോർമലി ത്രസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ലാർജ് സാറ്റലൈറ്റിൽ ലാർജ് കറക്ഷൻസ് ക്വിക്കായി പെട്ടെന്ന് റാപ്പിഡായ ഒരു റിസൾട്ടാണ്, പ്രിസൈസ് ആൻഡ് റാപ്പിഡ് പോയിൻറ്റിംഗ് ആണ് ത്രസ്റ്റേഴ്സ് തരുന്നത്. നോർമലി റിയാക്ഷൻ വീലിൽ അതിൻ്റെ വീൽസ് സ്പിൻ ചെയ്ത് മാക്സിമം സ്പീഡിലെത്തി സാച്ചുറേഷൻ പോയിന്റിൽ എത്തുന്ന കണ്ടീഷൻസിൽ അവിടെ എക്സസ് ആയ ആംഗുലർ മൊമെൻറ്റം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത എക്സസ് ആംഗുലർ മൊമെൻറ്റത്തെ ഡീസാച്ചുറേറ്റ് ചെയ്യാനും കൂടിയാണ് ത്രസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ത്രസ്റ്റേഴ്സ് നോർമലി റിയാക്ഷൻ വീലുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിൽ ഉപയോഗിക്കുന്നത്. റാപ്പിഡായ റിസൾട്ടാണ്, ക്വിക്ക് റിസൾട്ടാണ്, സ്ട്രോങ് ടോർഗാണ് ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ലാർജ് ഡീവിയേഷനെ ക്വിക്കായിട്ട് കറക്റ്റ് ചെയ്യാൻ കഴിയും. ഗ്രാവിറ്റി ഗ്രേഡിയൻറ്റ് സ്റ്റെബിലൈസേഷൻ മെത്തേഡിൽ അത് ലോ എർത്ത് ഓർബിറ്റിൽ മാത്രമാണ് പറ്റുന്നതെങ്കിൽ ത്രസ്റ്റേഴ്സ് ഏത് ഓർബിറ്റിലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. ഇതിൻ്റെ മെയിൻ ലിമിറ്റേഷൻ ഫ്യൂവൽ ആവശ്യമാണ്, അതുകൊണ്ടാണ് ഇതൊരു ആക്റ്റീവ് കൺട്രോൾ മെത്തേഡ് ആവുന്നത്. പിന്നെ റിയാക്ഷൻ വീലാണ്. റിയാക്ഷൻ വീലിൻ്റെ അത്ര തന്നെ പ്രിസൈസ് അല്ല, യെറ്റ് ഇത് പ്രിസൈസ് ആണ്. റിയാക്ഷൻ വീലാണ് മോർ പ്രിസൈസ്. ത്രസ്റ്റേഴ്സ് ഒരു ആക്റ്റീവ് ആറ്റിറ്റ്യൂഡ് കൺട്രോൾ മെത്തേഡാണ്. ഇതിൻ്റെ പ്രിൻസിപ്പിളും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം തന്നെയാണ്.